അപ്പോൾ സേലത്തിൽ നിന്നും ബസ് കയറി. സേലമെത്തിയ ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടുപോയത് ഏർക്കാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനാണ്. അവിടെ ഞങ്ങളെ വരവേറ്റത് അവിടുത്തെ കാടിൻ്റെ മക്കളും ഏർക്കാടിൻ്റെ സ്വന്തം കുളിർത്ത കാലാവസ്ഥയും തന്നെയാണ്. നല്ല തണുപ്പായതിനാൽ ഏർക്കാടിൽ സുലഭമായി കിട്ടുന്ന മുടവാട്ടിക്കിഴങ്ങ് സൂപ്പ് ചൂടോടെ ഒന്ന് അകത്താക്കാൻ തീരുമാനിച്ചു. ഇതാണ് മുടവാട്ടിക്കിഴങ്ങ്. അപ്പോൾ ചൂടോടെ സൂപ്പ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ അമ്മുക്കുട്ടിയും പൊന്നുക്കുട്ടിയും അവിടെ ചൂടോടെ മാഗി അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബോട്ട് ഹൗസിനടുത്തുള്ള ചിൽഡ്രൻസ് പാർക്ക്. നല്ല വിസ്തൃതിയേറിയ മനോഹരമായ പാർക്കാണിത്. ലേക്കിൽ ബോട്ടിംഗ് ആസ്വദിക്കുവാനെത്തിയിരിക്കുന്ന ധാരാളം വിനോദസഞ്ചാരികളെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തടാകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ കാഴ്ചകൾ കണ്ട് നടത്തം തുടങ്ങി. ഈ പാർക്കിലുള്ള ഊഞ്ഞാലിലും മറ്റും ആവോളം കളിച്ചതിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷനായ പക്കോഡ പോയിൻ്റ്, ബൊട്ടാണിക്കൽ ഗാർഡൻ, റോസ് ഗാർഡൻ എന്നിവിടത്തേക്കാണ് പോയത്. പക്കോഡ പോയിൻറ്റിലെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. ഇവിടെ മനോഹരമായ 2-3 വ്യൂ പോയിൻറ്റുകൾ കൂടിയുണ്ട്. ലേഡീസ് സീറ്റ്, ജെൻസ് സീറ്റ്, ചിൽഡ്രൻ സീറ്റ് എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ. ഇനി ആ വ്യൂ പോയിൻറ്റുകളിലേക്ക് കൂടി ഒന്ന് പോകാം. ഏർക്കാട് മലനിരകളുടെ അതിമനോഹരമായ കാഴ്ചകളാണ് ഈ വ്യൂ പോയിൻറ്റുകളിൽ നിന്നും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്.
വിസ്തൃതിയേറിയ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്ര നടന്നു കണ്ടാലും തീരുന്നതേയില്ല. ഒത്തിരി ടൂറിസ്റ്റുകാർ വന്ന് ആസ്വദിക്കുവാൻ ഇതുപോലുള്ള ഒത്തിരി നല്ല സ്പോട്ടുകൾ ഏർക്കാടിലുണ്ടായിട്ടും വേണ്ട വിധം അതൊന്നും മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല എന്നത് വളരെ സഹതാപകരമായ ഒന്നാണ്. ഇവിടെ എത്തിപ്പെടുവാനുള്ള നല്ല റോഡ് സൗകര്യങ്ങൾ ഇല്ല എന്നത് വളരെ സങ്കടം തോന്നുന്ന കാര്യമാണ്. അപ്പോൾ ഏർക്കാടിൻ്റെ മനോഹരമായ കുറച്ച് ദൃശ്യങ്ങളാണ് എൻ്റെ ഈ കുഞ്ഞു ക്യാമറയിൽ പകർത്തിയെടുത്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.